ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗൗരി കൃഷ്ണ റീസെൻ്റ്ലി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. പൊതുവേ എൻ്റെ ചാനലിൽ പണ്ടൊക്കെ ഡെയിലി 2-3 വീഡിയോസ് ഇടുമെങ്കിൽ ഇപ്പം ഞാൻ ഒരു വീഡിയോസേ ഇടുന്നുള്ളൂ. കാരണം വർക്കിൻ്റെ ടൈറ്റും പിന്നെ ഞാൻ കുറച്ച് കോഴ്സസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാരണങ്ങളാൽ എനിക്ക് പഴയ പോലെ 2 വീഡിയോ ഇടാൻ പറ്റുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ടൈമിനനുസരിച്ച് ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്തിടലുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. മേ ബി എല്ലാവരും എൻ്റെ വീഡിയോ നൈറ്റ് കാണുന്നത് കൊണ്ടാണോ ഇനി നോട്ടിഫിക്കേഷൻ പോകാത്തത് കൊണ്ടാണോ അധിക പേരിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കണം. കാരണം ഇന്ന് സൊസൈറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഒരു സാധനമാണ് ഡിവോഴ്സ്. അല്ലെങ്കിൽ ഡിവോഴ്സോ അല്ലെങ്കിൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് ഭാര്യനെ വേണ്ട, ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ട, ഭർത്താവ് കാരണം ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു, ഭാര്യ കാരണം ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷേ വളരെ മെച്യൂറായി ഇങ്ങനൊരു സിറ്റുവേഷൻ ലൈഫിൽ വന്നാൽ എങ്ങനെ ഡീല് ചെയ്യാം, എങ്ങനെയാണ് സൈബർ ബുള്ളിങ്, അതെന്നെ എങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്തൊരു യൂസ്ഫുൾ സോഷ്യൽ റെലവൻറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ഗൈസ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് എല്ലാവരും പോയി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനലിലോട്ടും എൻ്റെ വീഡിയോയിലോട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അറൌണ്ട് 34K വ്യൂ എത്തിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവറി വൺ ഫോർ യുവർ ബ്യൂട്ടിഫുൾ സപ്പോർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ കമൻറ്റ്. സപ്പോർട്ടിലുപരി അതിൻ്റെ താഴെ വന്ന ഒരുപാട് കമൻറ്റ് ചേച്ചി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല വേർഡ്സ്, നല്ല കമ്മ്യൂണിക്കേഷൻ, നന്നായി മനസ്സിലാവുന്നുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ വീഡിയോ ഒരുപാട് റീച്ച് മില്യൺ ലാക്സ് ഒക്കെ കയറിയില്ലെങ്കിലും കാണുന്ന ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ ശൈലാശ്വരൻ ചേച്ചിയുടെ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ വന്നാലും സംസാരിക്കാണ്ട് എൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് ആവാത്തൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി. അപ്പം ഇന്ന് ട്വിസ്റ്റ് നിറഞ്ഞൊരു ന്യൂസാണ് ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ അറിഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ശൈല ചേച്ചിക്ക് കാമുകൻ്റെ അതിന് അടി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും കാമുകൻ്റെ അടുത്തുനിന്ന് നൈസായിട്ട് ചാടി ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ വിഷയത്തെക്കുറിച്ച് അറിയുന്നവരായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു പ്രവാസി നാട്ടിൽ വന്നിട്ട് പറയുകയാണ് എൻ്റെ ഭാര്യനും മകനെയും കാണാനില്ല എന്ന്. അദ്ദേഹം സാധാരണ ഒരു മിസ്സിങ് കേസ്, രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നെയാണ് അറിയുന്നത് ഭാര്യയും മകനും ഓൾറെഡി ഭാര്യയും 3 കുട്ടികളും ഇല്ല ഒരുത്തൻ്റെ കൂടെയാണ് ചാടിപ്പോയെന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സുഹൃത്ത് കഥയിൽ വരുന്നു. സുഹൃത്ത് വന്നിട്ട് അയ്യോ അവളാണ് തങ്കക്കുടം, അവളെപ്പോലും നല്ലൊരു മോളെ ഞാൻ കണ്ടിട്ടില്ല, കുണ്ടുവാവയാണ് എന്നൊക്കെ പറഞ്ഞ് സുഹൃത്ത് വന്ന് പ്രസംഗിക്കുന്നു. സുഹൃത്ത് നൈസായിട്ട് ഭർത്താവിനൊരു തെറ്റുമില്ല, കാരണം പറയാൻ പറ്റില്ലല്ലോ, പകരം അമ്മായി അമ്മേനെയും നാത്തൂനെയും കുറ്റം പറയുന്നു. ഇനി അമ്മായി അമ്മേൻ്റെയും നാത്തൂൻ്റെയും ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഭർത്താവ് വീട്ടിലിരിക്കുന്ന സമയം വേറൊരു ഭർത്താവിനോട് വിളിച്ചോടുന്നതിനോട് അമ്മയ്ക്ക് യോജിക്കാൻ പറ്റില്ല, കാരണം നമ്മളുടെ സംസ്കാരം അതല്ല. അങ്ങനെ സുഹൃത്ത് വരുന്നു, പിന്നെ ഇവരെ വാളയാറ് വെച്ച് പിടിക്കുന്നു, പിന്നെ ഇവരുടെ CCTV ഫുട്ടേജ് വരുന്നു, പിന്നെ കൊച്ചിനെ പോലീസുകാർ ഡയറക്റ്റ് ആ ഉപ്പാനെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ സംഭവബഹുലമായ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറഞ്ഞു. ഇപ്പം ഞാൻ അറിയാണ് ശൈല ചേച്ചിക്ക് മതിയായി അസ്കറേട്ടൻ നല്ല കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തൊക്കെയാണ് അഭ്യൂഹങ്ങൾ. എന്താണെങ്കിലും ശൈല ചേച്ചി ഇപ്പം നൈസായിട്ട് എസ്കേപ്പ് അടിച്ചിട്ട് സ്വന്തം വീട്ടിലെത്തി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം എന്തായാലും സംഭവബഹുലമായിട്ടുള്ള ആ ന്യൂസ് ക്ലിപ്പിങ്ങിലോട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഷഹല വീട്ടിലെത്തി എന്ന് കേട്ടതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സന്തോഷമായോ? എനിക്ക് സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. പക്ഷേ എനിക്കൊരൊറ്റ കാര്യം പറയാനുണ്ട്. ആദ്യത്തെ ഒരു കാര്യം, എൻ്റെ പൊന്നു ചേട്ടാ ഷഹലേൻ്റെ ഭർത്താവെ, ദയവ് ചെയ്തിട്ട് സ്വീകരിക്കരുത്. നിങ്ങൾ അത്രയും കൊല്ലം അവിടെ പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന സമയത്ത് ഇവൾ ഈ മൊബൈൽ ഷോപ്പുകാരനോട് പഞ്ചാര അടിച്ച് ഒളിച്ചോടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് അവളെ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് നല്ല പെൺകുട്ടികളെ കിട്ടും. ഇനി കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ, അതിനാണ് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തത്, ശൈല ചേച്ചിനെ കെട്ടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടാവും. കാരണം എൻ്റെ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെ കമൻസ് കണ്ടറിയാം. ഒരു 2-3 പ്രൊഫൈലിൽ ഞാൻ കെട്ടിക്കോളാം, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബോധ്യമുള്ളവന്മാർ കെട്ടിക്കോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാരോട് പറയാനുള്ളത്, ഇവളുടെ ഇമോഷണൽ അല്ലെങ്കിൽ വയ്യാത്ത സാഹചര്യം, ഇവളുടെ ഭംഗി, ഇതൊന്നും കണ്ട് നിങ്ങൾ പോവണ്ട. ഭർത്താവും കുട്ടിയും ഇരിക്കെ ഒരു സ്ത്രീ വേലി ചാടി പോയിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ഇടയ്ക്കിടയ്ക്ക് വേലി ചാടിക്കൊണ്ടിരിക്കും. കാരണം അവളുടെ സുഹൃത്ത് തന്നെ പറഞ്ഞു ഭർത്താവുമായി ബന്ധപ്പെട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതിപ്പോൾ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല, അമ്മായിമ്മേൻ്റെയും നാത്തൂൻ്റെയും പേരിൽ വീട് വിട്ടു പോവുക വേറൊരുത്തൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവളുടെ ക്യാരക്ടർ നോക്കൂ. ദാറ്റ്സ് ഹർ ക്യാരക്ടർ.
സോ അങ്ങനത്തെ ക്യാരക്ടറുള്ള ആളെ നിങ്ങളെ ലൈഫിൽ പാർട്ട്ണർ ആക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇറ്റ്സ് അപ് ടു യു. അങ്ങനെ കമൻറ്റ് ഇട്ടവരോട് പറയാം. ബട്ട് ടു ദി ഹസ്ബൻഡ് എനിക്ക് പറയാനുള്ളത് നെവർ അവർ ടേക്ക്. ഇനി കുട്ടീനെ കൺസിഡർ ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനത്തെ ഒരു ആളെ ലൈഫിലോട്ട് കയറ്റാണ്ടിരിക്കാൻ ശ്രമിക്കുക. കുട്ടിക്ക് നല്ല ഉമ്മ ഉണ്ട്. അത് എന്ന് വെച്ചാൽ വേറെ വൈഫിനെ അല്ല, നമ്മുടെ നിങ്ങളുടെ ഉമ്മ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടീൻ്റെ ഇതുണ്ട്. കുട്ടീനെ നിങ്ങൾ മ്യൂച്വലി ടേക്ക് കെയർ ചെയ്യുക, മ്യൂച്വലി റെസ്പോൺസിബിൾ ആവുക. ഒരിക്കലും, കാരണം വൺസ് ട്രസ്റ്റ് ബ്രേക്ക് ആയാൽ അത് ബ്രേക്ക് ആയത് തന്നെയാണ്. എന്തായാലും ശൈലജ ചേച്ചി ഇപ്പോൾ വീട്ടിലിരുന്ന് കരഞ്ഞോ, പള്ളി കമ്മിറ്റിയൊക്കെ വന്നോളൂ, പ്രസംഗം കൂടിക്കോളൂ, ഗ്രൂപ്പ് കമ്മിറ്റി കേടിക്കോളൂ. ചേച്ചിക്ക് കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ ദൈവം ഇതാ വീട്ടിലോട്ട് ഇനി കയറി പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ തെറിയും കേട്ട് വെക്കേണ്ടി വരും. അതിലും ഭേദം മിണ്ടാണ്ട് അവിടെ വീട്ടിൽ തന്നെ കരഞ്ഞിരുന്നോ. അപ്പോൾ അവിടെ ചേട്ടനിട്ട വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിലാണ് അവസ്ഥ. ഇപ്പൊ എന്തൊക്കെയായിരുന്നു ചേട്ടൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീഡിയോസൊക്കെ കാണലുണ്ട്, ഞാൻ ഈവൻ എടുത്ത് റിയാക്ട് ചെയ്യലുണ്ട്. പക്ഷെ ചേട്ടൻ പറഞ്ഞ ഈ സാധനം എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും ഈ സ്വഭാവമൊന്നുമല്ല. ഷഹല ഷെറിൻ്റെ സ്വഭാവം ഇതാന്ന് പറഞ്ഞ് വീഡിയോ തുടങ്ങണമായിരുന്നു. അവളാണ് ഇവിടെ ഇരുന്നപ്പോൾ അവിടെ പോയത്, അവിടെ ഇരുന്നപ്പോൾ ഇവിടെ വന്നത്. അല്ലാണ്ട് നമ്മൾ എത്ര സ്ത്രീകളുണ്ട് മര്യാദയ്ക്ക് നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ വൈഫ്, ചേട്ടൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ഉമ്മ, അവരൊക്കെ നന്നായി ജീവിക്കുന്നില്ലേ? അതുപോലെ അല്ല. അപ്പം എല്ലാ വുമണ്ണി അങ്ങോട്ടങ്ങ് കോമൺ ആയി പറയല്ലേ. ഷെഹല ഷെറിൻ ഇങ്ങനെയാണ്, അക്കരെ ഇരിക്കും ഇക്കര, ഇക്കരെ ഇരിക്കും ബക്കര. കാരണം അത് നമ്മളും സ്ത്രീകളല്ലേ, നമുക്ക് പറയുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സൈഡിൽ നിന്ന് പറയണമല്ലോ. അത് പറയാണ്ട് എങ്ങനെയാണ് വീഡിയോ തുടങ്ങുകൊണ്ടാണ് പറഞ്ഞത്. കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഷെഹല ഷെറിനെ പോലെയല്ല. ഇപ്പൊ എന്തൊക്കെയായിരുന്നു? അവന്റെ കൂടെ പോയി നല്ല പോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവര് നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. സത്യം. എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ വന്ന ഒരു 100 കമൻസിൽ ഒരു 5-6 എണ്ണം ഇങ്ങനത്തെ കമൻ്റാണ്. അവളുടെ ഇഷ്ടമല്ലേ, അവൾ ആരുടെ കൂടെ ജീവിക്കണം, അവൾ ജീവിച്ചാൽ നിനക്കൊക്കെ എന്താ, നിനക്കൊന്നും വേറെ പണിയില്ലേ, ഇരുന്ന് പരദൂഷണം പറയുകയാണോ, അവൾക്കല്ലേ അറിയോ അവൾ എന്താ അനുഭവിച്ചതെന്ന്, അവളുടെ ഭർത്താവിൻ്റെ സ്വഭാവം കൊള്ളൂല, അവളുടെ അമ്മയമ്മയുടെ സ്വഭാവം കൊള്ളൂല, അവളുടെ നാത്തൂൻ്റെ സ്വഭാവം കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻസുകൾ എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ കണ്ടിരുന്നു. ആൻഡ് മേ ബി ഈ വീഡിയോ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ബാക്കി വീഡിയോ ചെയ്ത ആൾക്കാരുടെ താഴെയൊക്കെ ഈ കമൻസ് വന്നിട്ടുണ്ടാവും. എന്തായി, പോയതല്ലായിനോ, ഒരു മാസം പോലും നിന്നില്ലേലോ, അതിന് മുമ്പ് ഓടി വന്നല്ലോ, എന്ത് പറ്റി? സാരല്ല ചേച്ചി, സാരല്ല. കുണുവാവ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് കാമുകൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പോയതല്ലേ. പോയത് അതിലും വലിയ പണിയാണെന്ന് മനസ്സിലാക്കി തിരിച്ച് വന്നല്ലോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇനിയിപ്പോൾ മിണ്ടാണ്ട് വീട്ടിലിരുന്നോ, വീട്ടിൽ അടിച്ച് വാരി തുടച്ച് പാചകങ്ങളൊക്കെ ചെയ്ത് അങ്ങ് നിന്നോ. സമൂഹത്തിൽ ഇറങ്ങാം, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ തൊലിക്കട്ടി പോലെ ഇരിക്കും. നമുക്കൊക്കെയാണേ പറ്റൂല കേട്ടോ, കാരണം നാണം കെട്ടൊരവസ്ഥയാണല്ലോ. വീട്ടുകാരെന്തായാലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരൊക്കെയാണല്ലോ ഇങ്ങനൊരു ഇത് കൊടുത്ത്. ഷാരല്ല, അവിടെ ഇരി, ബാക്കി കേൾക്കട്ടെ. ഇപ്പോഴാണ് ഒരു സന്തോഷമായത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയോട് ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ഭർത്താവ് കൊള്ളൂല, അമ്മ കൊള്ളൂല, അല്ലെങ്കിൽ നാത്തൂൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ കൂടെ ചാടിപ്പോയി 2 ദിവസമായപ്പോഴേക്ക് കിട്ടിയോ അടി? മോനും കിട്ടിയെന്നോ? മോന് കിട്ടിയിട്ടുണ്ടെ പൊട്ടിക്കുക തന്നെ ചള്ളക്കിട്ട്. അവൻ്റെ തോന്നിവാസം, അവൻ്റെ ഇത് ശൈല കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ശൈലേൻ്റെ സ്വന്തം ഇതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി വന്നതല്ലേ, ശൈല കിട്ടിക്കുക. ആ ചെറിയ മോനെ തൊട്ട് കളിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യണം, ഇവരെ അഗെയിൻസ്റ്റ് കേസ് കൊടുക്കണം. നാണല്ലേടി എനിക്ക് സ്വന്തം മോനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകാൻ? കിട്ടിയെങ്കിൽ നന്നായി, കിട്ടണം. അങ്ങനെ 4 കിട്ടിയാലെങ്കിലുമൊക്കെ നന്നാവണം. കാരണം എൻ്റെയൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും മര്യാദയ്ക്ക് എനിക്ക് 4 തന്ന് വളർത്താത്തതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. ഇല്ലെങ്കിൽ അവരെങ്കിലും പേടിയുണ്ടാവും. അവരെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരാലോചിച്ചിട്ടെങ്കിലും നമുക്കൊരു ചെറിയ കുറ്റബോധം തോന്നും. അതുപോലും തോന്നാണ്ട് ഈ ഇതേ സാധനങ്ങൾ ചെയ്തു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും കയ്യിൽ നിന്ന് 4 കിട്ടണം. കിട്ടിയല്ലോ, സന്തോഷം, സമാധാനം, സുഖത്തിലുറങ്ങാം, സുഖത്തിലങ്ങ് കൂർക്കം വലിച്ചുറങ്ങാം. അല്ലാണ്ട് എന്താ പറയണ്ടേടാ, എന്താ പറയണ്ടേ? കാരണം പ്രശ്നങ്ങളില്ലാത്ത ബന്ധങ്ങളില്ല,
തരണം ചെയ്യാൻ പറ്റുന്നതാണ് തരണം ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഇങ്ങനെ വേറൊരുത്തൻ്റെ കൂടെ ചാടി പോവുകയാണോ ചെയ്യേണ്ടത്? അയ്യോ, എന്തായിരുന്നു ജംസ്യൂട്ടിൻ്റെ വേറൊരു ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറകെ പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു. എന്നിട്ട് 2 അടിയും വാങ്ങി തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി വീട്ടിൽ കയറിയിടി. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം ഭർത്താവ് എങ്ങനെ ഏറ്റെടുക്കാനാ? അവളെയൊക്കെ എങ്ങനെ ഏറ്റെടുക്കാനാ? കാരണം ഇന്ന് കയറ്റി മൂപ്പര് ഗൾഫ് പോകുമ്പോൾ അടുത്തവൻ്റെ കൂടെ പോകില്ല എന്ന് എന്താ ഉറപ്പ്? ഏറ്റെടുക്കരുത്, ഇങ്ങനത്തേനെയൊന്നും ഏറ്റെടുക്കരുത്, ആരും ഏറ്റെടുക്കരുത്. ഒന്നും അല്ലാണ്ട് നിൽക്കണം. നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവര് എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ? ഇത്ര വലിയ ആങ്ങളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. ആരാൻ്റെ ഡാനി ഒരു ഇതില്ലേ, ആരാൻ്റെ ഇത് കടിക്കുമ്പോൾ കാണുന്നോന് ആരാൻ്റെ വീട്ടിൽ ആ പഴഞ്ചൊല്ലറിയോ? ആ ഒരു സാധനം എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ വീഡിയോൻ്റെ താഴെയും കുറേ കമൻസ് വന്നു. എടാ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പെങ്ങള് ഇങ്ങനെ ഒളിച്ചോടുന്ന സമയത്ത് ആടി പൊയ്ക്കോടി ബായ് എന്ന് പറയോ? നിങ്ങളുടെ പെങ്ങൾ മുമ്പാ പോയിക്കോ. കാരണം അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു ഷെഹല. ഇപ്പം എന്തായി ആങ്ങളമാരെ? നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെഹലയ്ക്ക് അഷ്കർ ഖാൻ്റെ കയ്യിൽ നിന്ന് അടിയും കിട്ടി തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, ജനങ്ങൾ പലവിധം പലതരം എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ ജനങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ ശ്രമിക്കണം, മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. കാരണം എല്ലാവർക്കും ഇതൊരു ഫണ്ട്. അവളുടെ ഇഷ്ടത്തിന് വീട് എന്തായി, ഇഷ്ടത്തിന് പോയവൾ 2 ദിവസം കൊണ്ട് ഓടി തിരിച്ചെത്തിയില്ലേ? ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് എന്തോ കഞ്ചാവിൽ കേസ് ഉണ്ടെന്നോ കുട്ടീനെ ഉപദ്രവിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കേസുകളെ പറ്റിയിട്ട് ഇതിന് മുമ്പ് പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അതിലോട്ട് മാതി പോയിട്ടില്ല. അറ്റ്ലീസ്റ്റ് കൂടെ പോകുന്നവൻ്റെ ഒരു ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് അവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ? വെറുതെ വേലി ചാടി പോവല്ല. സ്വന്തം വീട്ടുകാരെയും വേണ്ട, ഭർത്താവിൻ്റെ വീട്ടുകാരെയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചാടി പോകുന്നതാ. അപ്പോൾ ഒന്ന് അന്വേഷിക്കണമായിരുന്നു. ഡാനിക്ക് അപ്പം പറയാൻ മടിയായതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു വന്നു. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യില്ല. അങ്ങനത്തെ കുറേ കമൻറ്റോളി ഏട്ടായിമാർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പെങ്ങളുടെ അവസ്ഥ ഇപ്പം ഇതാ. അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഇവൻ ഈ സ്ത്രീനെയും കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇവന്റെ മനസ്സിൽ 2 എയിമാണ് ഉണ്ടാവുക. ഒന്ന് പണം, രണ്ടാമത്തത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. രണ്ടാമത്തെ കാര്യം എന്തായാലും അവൻ ഈ 2-3 ദിവസം കൊണ്ട് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആദ്യത്തെ കാര്യം പണമാണ്. ആൻഡ് ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് എത്രയോ സ്വർണം കൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. ഇനി 5 ആണെങ്കിലും 1 ആണെങ്കിലും ഇപ്പോൾ 1 പവനാണെങ്കിൽ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ പൈസ ഉണ്ടല്ലോ. 3 പവനാണെങ്കിൽ തന്നെ 3 ലക്ഷം രൂപ ഉണ്ടല്ലോ. അതിനാണ് അയ്യോടോ, ഭർത്താവ് ഇത്രയും അധ്വാനിച്ച് പൈസ തന്നപ്പോൾ വില മനസ്സിലായില്ല അല്ലേ? കുണുവാവയുടെ ചേട്ടായി പൈസ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അല്ലേ? ഇതാണ് പറഞ്ഞത്, കർമ്മ ഹിറ്റ്സ് ചെയ്തതിനുള്ള കിട്ടും, കിട്ടാണ്ട് പോവില്ല. പണ്ടൊക്കെ ദൈവം പിന്നെ എന്നായിരുന്നു. ഇപ്പോൾ ദൈവത്തിന് ടൈമില്ല. വെക്കുള്ള കൊടുക്കുക അവളെ വിടുക. ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ടാണ് ദൈവം എന്ന് പറഞ്ഞത്. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ആ വിശ്വസിക്കുന്ന ആൾക്ക് ഇപ്പോൾ ടൈമില്ല ഇങ്ങനത്തെ ഓരോ തീട്ട കേസ് ഡീൽ ചെയ്യാൻ. ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവഴിയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഭർത്താവ് സ്വീകരിക്കാൻ പോകുന്നില്ല. ഇനി വേറെ ആരെങ്കിലും ഒരാൾ ഇതൊക്കെ കണ്ട് മയങ്ങി വരുമോ എന്നുള്ള കാര്യം അറിയില്ല. വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, ജീവിക്കൂ, എന്തേലും ആവട്ടെ. ഇനി ബാക്കി ഇങ്ങനെ അവിഹിതം കൊണ്ട് നടക്കുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഇതൊരു പാഠമായിക്കോട്ടെ. പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇനി വിഹിതത്തിനൊന്നും പോകണ്ട. ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, നന്നായി അങ്ങ് ജീവിക്കുക. ഇനി പാർട്ട്ണറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് തീർക്കുക, അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിങ്ങിന് പോവുക. സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്ത് നല്ല മോണോഗമസ് ലൈഫ് ഡീൽ ചെയ്യുക. ഇനി പോളിഗമസിന് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന പോലെ എന്നെങ്കിലും ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മത്തി കയ്യിലായ അവസ്ഥയാണ്. എനിക്കിപ്പോൾ മത്തിയാണ് പറയാൻ പറ്റുന്നത്. കാരണം മത്തി കയ്യിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും, സോപ്പും കൊണ്ട് തേച്ചാലും ഹാൻഡ് വാഷ് ഇട്ടാലും ക്രീം തേച്ചാലും തിരുമങ്കല്ലിൽ പോയി അരച്ചാലും മണ്ണിട്ടാക്കിയാലും ആ മണം പോയൊരു ഫീല് കിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആ മണം ഇങ്ങനെ പറ്റി കിടക്കും. അപ്പോൾ ആ അവസ്ഥയാകും. ചീഞ്ഞ് നാറി നാരായണക്കല്ലായി പുഴത്ത അവസ്ഥയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്.
പിന്നെ നാട്ടിലും നാണം കെട്ട്, കുടുംബത്തിലും നാണം കെട്ട്, സമൂഹത്തിലും വിലയില്ലാണ്ട് വൃത്തികെട്ടവൾ അല്ലെ വൃത്തികെട്ടവൻ എന്ന രീതിയിലൊക്കെ പേര് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ എ റിലേഷൻഷിപ്പ്, അതിനി എന്ത് റീസൺ ആണെങ്കിലും ജസ്റ്റ് കം ഔട്ട്, ഫൈൻഡ് എ ഗുഡ് പാർട്ട്ണർ ആൻഡ് ലിവ്. അല്ലാണ്ട് ഉള്ള പാർട്ട്ണറിനെ ചതിച്ചു കൊണ്ടിട്ട് കാണുന്ന ബാഹിക സൗന്ദര്യത്തിനും ബാഹിക ഡയലോഗിലും സ്റ്റേറ്റ്മെൻറ്റിലും ഐ ലവ് യുലും ഇനി ഉമ്മ എന്നുള്ള മെസ്സേജിലും അല്ലെങ്കിൽ ഉള്ള കോൾസിലും ഇടയ്ക്കിടയ്ക്ക് വാങ്ങിത്തരുന്ന ഡയറി മിൽക്കിനും പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഷഹല ഷെറിൻ്റെ അവസ്ഥയാവും. ഓക്കെ, അത്രേ പറയാനുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയാൻ.